ഹായ് എവ്രി വൺ. നമ്മളിന്ന് ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡിൻ്റെ മാത്തമാറ്റിക്സ് സിലബസ് ക്ലാസ് 7 കംപ്ലീറ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് മെയിൻ ടോപ്പിക്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് 8 ടോപ്പിക്സ് ആണ് ഇൻ ടോട്ടൽ 7th ക്ലാസ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് നമ്പേഴ്സ്, സെക്കൻഡ് വൺ ഇസ് ഡെസിമൽസ്, തേർഡ് വൺ ഇസ് ലൈൻസ് ആൻഡ് ആംഗിൾസ്, ഫോർത്ത് വൺ ഇസ് ട്രയാങ്കിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് and area, fifth one is ratio, sixth one is percentage, seventh one is simple interest and eighth one is exponents and powers. നമുക്കിതിൽ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഓരോന്നിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയണം. ഫസ്റ്റ് വൺ ഇസ് നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സ് അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, ഇൻറ്റിജേഴ്സ് അറിയാം, ഓൾ നമ്പേഴ്സ് അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ വേണം. അതിൻ്റെ പ്ലേസ് വാല്യൂ, ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ബേസിക് ഓപ്പറേഷൻസ് എല്ലാം നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. വലിയ നമ്പർ ആണെങ്കിൽ പോലും, ലാർജ് നമ്പർ ആണെങ്കിൽ പോലും അതെല്ലാം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നതെന്നെല്ലാം അറിഞ്ഞിരിക്കണം. വേറെ വെറൈറ്റി ഓഫ് നമ്പേഴ്സാണ് പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്, ഏതൊക്കെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്, അതിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഡിവിസിബിലിറ്റി റൂൾ. സെട്ടൻ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ഇന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു നമ്പർ തന്ന് ഇന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്താണ് വരാൻ സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്പേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡെസിമൽസ്. ഡെസിമൽ നൊട്ടേഷൻ നമുക്ക് അറിയണം. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്ലേസ് വാല്യൂ അറിയണം. 100.20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻറ്റിന് ശേഷം 2-ൻ്റെയും 0-ൻ്റെയും പ്ലേസ് വാല്യൂ എന്താണ്. ഡെസിമൽസ് കമ്പയർ ചെയ്യണം. വിച്ച് വൺ ഇസ് ബിഗർ, വിച്ച് വൺ ഇസ് സ്മോളർ വൺ. അങ്ങനെ നമുക്ക് കമ്പാരിസൺസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ സിമ്പിൾസൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ അറിയണം. ഇനി ഫ്രാക്ഷനും ഡെസിമൽസും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ അറിയണം. ഒരു ഡെസിമൽ തന്നാൽ അതിനെ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാനും, ഒരു ഫ്രാക്ഷൻ തന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എന്താണെന്നും എഴുതാൻ അറിയണം. ആൻഡ് ദെൻ ഡെസിമൽസ് വെച്ചിട്ടുള്ള ബേസിക് ഓപ്പറേഷൻസ്, വിച്ച് മീൻസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിൻ്റ്, അതിലുണ്ടാവുന്ന ചേഞ്ചസ്, നമ്പറിലുണ്ടാവുന്ന ചേഞ്ചസ്, നമ്പർ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അറിയണം. ഓക്കെ, നൗ തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. ടൈപ്സ് ഓഫ് ആംഗിൾസ് ഏതൊക്കെ ടൈപ്പാണ് നമുക്കുള്ളത്? അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഇങ്ങനെയുള്ള ആംഗിൾസൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ടൈപ്പ് ഓഫ് ആംഗിൾസിൽ വരുന്നത്. ആൻഡ് ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗിൾസ്, ആംഗിൾ റിലേഷൻഷിപ്സ്. ദർ ആർ സർട്ടൻ ആംഗിൾസ് വിച്ച് ആർ കോംപ്ലിമെൻ്ററി, വിച്ച് ആർ സപ്ലിമെൻ്ററി. അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. പിന്നീട് അറിയുന്ന കാര്യം, ഇപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആണെങ്കിൽ അവിടെ സർട്ടൻ ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. പാരലൽ ലൈൻസ് രണ്ട് സൈഡ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ, രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടാവും. അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആൻഡ് ദെൻ പാരലൽ ലൈൻസ് ആണെങ്കിൽ വേറൊരു ലൈൻ അതിനെ രണ്ടിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെറ്റ് ഓഫ് ആംഗിൾസ് ഉണ്ട്. ആ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആൻഡ് ഫോർത്ത് വൺ ഇസ് ട്രയാങ്കിൾസ്, പ്രോപ്പർട്ടീസ് ആൻഡ് ഏരിയ. ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് അതാണ് ആദ്യം നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. അതാണ് നമുക്ക് സൈഡിനെ ബേസ് ചെയ്തും ആംഗിളിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ ട്രയാങ്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സച്ച് എസ് ഇക്വിലാറ്ററൽ, ഐസോസിലസ്, സ്കെയിലിൻ ട്രയാങ്കിൾ ആൻഡ് ഒബ്റ്റ്യൂസ്, അക്യൂട്ട് ആൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇങ്ങനെ ഒരു 6 ടൈപ്പായിട്ട് ട്രയാങ്കിൾസിന് നമ്മൾ ബേസ്ഡ് ഓൺ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ ട്രയാങ്കിളിന് മാത്രമായിട്ടുള്ള പ്രോപ്പർട്ടി, ട്രയാങ്കിളിനുള്ള ഒരു പ്രോപ്പർട്ടി, ആംഗിൾസും പ്രോപ്പർട്ടി ഉണ്ട്. സമ്മ് 180 ആണെന്ന് പറയുന്നത്. ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ഉണ്ട്, വിച്ച് സേസ് 1 exterior angle is equal to sum of 2 opposite interior angles. And then triangle inequality ഉണ്ട്. Sum of 2 sides of any triangle is greater than the third side. ഇതാണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പറയുന്നത്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ അറിയാം. ½ വെച്ചിട്ട് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനും അറിയണം. ഇതൊക്കെയാണ് ട്രയാങ്കിളിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ട്രയാങ്കിളിൻ്റെ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്, ആൻഡ് ദെൻ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി, exterior angle property, triangle inequality, and then finding area of a
ട്രയാങ്കിൾ. ഈ കാര്യങ്ങളെല്ലാം ഇത് റിലേറ്റഡ് ആയിട്ട് വേർഡ് പ്രോബ്ലംസും എക്സ്പെക്റ്റ് ചെയ്യാം. 5th വൺ എന്ന് പറയുന്നത് റേഷ്യോ ആണ്. നമുക്ക് റേഷ്യോൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് അറിയണം. റേഷ്യോൻ്റെയും പ്രപ്പോർഷൻ്റെയും ക്വാണ്ടിറ്റീസ് റേഷ്യോ വെച്ചിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം, 2:1, 3:4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വാണ്ടിറ്റീസ് നമ്മൾ റിലേഷൻ എന്താണെന്ന് അറിയണം. ആൻഡ് യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒരു സെർട്ടൻ എമൗണ്ട് ഇൻഫർമേഷൻ തന്നതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് പെർ യൂണിറ്റ് എന്താണ്, ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കി അതിനുശേഷം നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് ആൻസർ കൊടുക്കുക. അതാണ് യൂണിറ്ററി മെത്തേഡിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 3 ഷർട്ട്സിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഷർട്ടിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു 12 ഷർട്ടിൻ്റെ റേറ്റ് ആയിരിക്കും. അങ്ങനെ അപ്പോൾ പെർ യൂണിറ്റ് ഒരെണ്ണത്തിൻ്റെ വാല്യൂയിലേക്ക് എത്തണം, അതിൽ നിന്ന് ചോദിച്ചതിലേക്ക് പോകണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻറ്റ് ബൈ യൂണിറ്ററി മെത്തേഡ്. ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ വേർഡ് പ്രോബ്ലംസ് ഈ യൂണിറ്ററി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിരിക്കും കൂടുതലും ഉണ്ടാവുക. ആൻഡ് ദെൻ 6th ടോപ്പിക്കായിട്ട് വരുന്നത് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കണം. ആൻഡ് ഇതിനൊരു കണക്ഷൻ ഉണ്ട്, ഫ്രാക്ഷനായിട്ടും ഡെസിമലായിട്ടും പെർസെൻറ്റേജിന് കണക്ഷൻ ഉണ്ട്. അതും എന്താണെന്ന് അറിയണം. ഒരു ഫ്രാക്ഷൻ തന്നാൽ അതിനെ പെർസെൻറ്റേജായി കൺവേർട്ട് ചെയ്യാനും ഡെസിമൽ തന്നാൽ പെർസെൻറ്റേജായിട്ട് കൺവേർട്ട് ചെയ്യാനും ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ കൺവേർഷൻസും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ ഓരോ ക്വാണ്ടിറ്റിയുടെയും ഇത്ര പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. വാട്ട് ഇസ് 30% ഓഫ് 50, വാട്ട് ഇസ് 20% ഓഫ് 150. അങ്ങനെ ഓരോ ക്വാണ്ടിറ്റിയുടെയും പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയണം. ആൻഡ് റിയൽ വേർഡ് പ്രോബ്ലംസ് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനായിട്ടും പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ കണ്ടുപിടിക്കാനായിട്ടും. ഇഫ് സപ്പോസ് ഒരു ക്ലാസ്സിൽ ഇൻ എ ക്ലാസ് 150 സ്റ്റുഡൻസ് ഉണ്ട്, 30% ആർ ഗേൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ എഴുതാൻ പറ്റണം. അങ്ങനെയുള്ള വേർഡ് പ്രോബ്ലംസും പെർസെൻറ്റേജിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. പെർസെൻറ്റേജിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല I = PNR/100. ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. P എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, R റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ അറിയണം. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി തന്നിട്ട് ബാക്കി ഏത് ക്വാണ്ടിറ്റി വേണമെങ്കിലും കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഏത് റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷം ഇത്ര പെർസെൻറ്റേജ് ആയിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റ്, നെക്സ്റ്റ് ഇയർ റേറ്റ് ഇൻക്രീസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഫോർമുലേനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് ചോദിക്കാവുന്ന മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. എന്നാലാണ് സിമ്പിൾ ഇൻട്രസ്റ്റിലെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ആ ഒരു ഫോർമുല നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ആൻഡ് ദെൻ എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ്. നമുക്കതിൻ്റെ ബേസ് എക്സ്പൊണൻറ്റ് ഇതിൻ്റെ ടെർമിനോളജീസ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയണം. ലോസ് ഓഫ് എക്സ്പൊണൻസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, A⁻m × A⁻n എന്താണെന്ന് അറിയണം. അല്ലെങ്കിൽ A⁻m⁴n അതെന്താണെന്ന് അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോ ഓഫ് എക്സ്പൊണൻറ്റിൽ വരുന്നത്. ദെൻ എക്സ്പ്രസിങ് നമ്പേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം യൂസിങ് എക്സ്പൊണൻസ്. നമുക്കറിയാം നമ്മളിപ്പോൾ 1 ആഫ്റ്റർ 1 ഒരു 10 zeros ഉണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം, 1 × 10⁻10 എന്ന് എഴുതാം. അപ്പോൾ വലിയ നമ്പേഴ്സിനെ നമ്മൾ എക്സ്പൊണൻസ് യൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡെസിമൽ നമ്പേഴ്സിനെയും നമ്മൾ അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പൊണൻസ് യൂസ് ചെയ്തിട്ട്. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പോൾ എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സിൽ ഈ ഒരു കൺവേർഷൻ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വലിയ നമ്പേഴ്സിനെ ലാർജ് നമ്പേഴ്സിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതെന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സിൽ വരുന്നത്. ക്ലാസ് 7ൻ്റെ ടോട്ടൽ ഒരു സിലബസ് നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. നമുക്കിതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മാൻ സേവ്സ് ₹2,000 എവറി മന്ത് വിച്ച് ഇസ് 25% ഓഫ് ഹിസ് സാലറി, ഫൈൻഡ് ഹിസ് സാലറി. ഇതൊരു പെർസെൻറ്റേജിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ട്രൈ ദീസ് അറ്റ് ഹോം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1/2⁻³ ഇത് എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നമ്മൾ എങ്ങനെയാണ് ലോസ് ഓഫ് എക്സ്പൊണൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം സാമ്പിളായിട്ട്.
ഇത്രയൊക്കെ കാര്യങ്ങളാണ് ക്ലാസ് 7 സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും നന്നായി പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.